ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 42 സൈസിലുള്ള ഒരു നൈറ്റിയുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് അതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു യോക്ക് പോർഷനാണ് എടുക്കുന്നത്. യോക്ക് പോർഷൻ തന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ഈ ഒരു പീസാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു തുണി എടുക്കുന്നുണ്ട്. ഇത് എൻ്റെ കയ്യിൽ സെയിം കളറിലെ ലൈനിങ് ബിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒരു 3 വശവും ഞാനിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നല്ല വശം, ഈ 2 പീസിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, തിരിച്ചെടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നല്ല വശങ്ങൾ ഒരുമിച്ച് വേണം വരേണ്ടത് കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡിലൂടെ ഒന്ന് അടിച്ചെടുക്കുക. അതായത് ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിൽ നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു പീസ്, ആ ഉള്ളിലത്തെ ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പുറത്തേക്ക് ആയി പോകരുത്, കട്ട് ചെയ്യുമ്പോൾ അതിനുള്ളിൽ നിൽക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിടാം. ഇപ്പോൾ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറത്തുകൂടി നമുക്കൊന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം, അതായത് പതിച്ചടിക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പതിച്ചടിക്കുന്നത് ഈ ഒരു അറ്റത്തൂടി തന്നെയാണ് പതിച്ചടിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ക്രോസ് പീസ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ ക്രോസ് പീസ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 3 പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു യോക്ക് പോർഷൻ തന്നെ ബാക്കിലത്തെ പീസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് വെച്ച് നോക്കുന്നുണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഇത്രയും മതി. അപ്പോൾ ഞാനിതൊന്ന് ഇങ്ങനെ നല്ല വശം, അതായത് ക്രോസ് പീസിൻ്റെ നല്ല വശവും ആ ഒരു ബാക്ക് പോർഷൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർന്ന് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വച്ചിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ബാക്കി കിടക്കുന്നത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം.
ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശത്തോട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ദാ ഈ കാണുന്ന പോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് ദാ ഇപ്പം നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു പീസ് വെച്ചില്ലേ, ക്രോസ് പീസ്, അത് ഇങ്ങനെ ഇടുക. ഈ കാണുന്ന പോലെ തന്നെ ചെയ്യുക. എന്നിട്ടൊന്ന് മടക്കി വയ്ക്കുക. ദാ കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ദാ ഇപ്പുറത്തെ വശത്തും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നല്ല വശങ്ങൾ ഒരുമിച്ച് ദാ ചേർത്ത് വെച്ചിട്ട് ഈ അറ്റത്തോട്ട് വയ്ക്കുക. വെച്ചിട്ട് ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഷോൾഡർ ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ സൈഡും ചെയ്തെടുക്കണം. ഇതാ ഇപ്പം ഞാൻ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ എടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇനി നമുക്ക് ഈ ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് തിരിച്ചെടുക്കണം. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് അത് ഓൾറെഡി ഒരു മടക്കുണ്ട്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇങ്ങനെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാക്കിലെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഒറ്റ സ്റ്റിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 2 സ്റ്റിച്ചൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിന് സ്ലീവ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഇടുക. എന്നിട്ട് ഞാൻ സ്ലീവ് എടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, സെൻറ്റർ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇതിങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതായത് നല്ല വശങ്ങൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുപോലെ വരത്തക്ക രീതിയിൽ വയ്ക്കുക. എന്നിട്ട് ആകപ്പാടെ ഇതിൽ നോക്കേണ്ടത് നമ്മൾ സെൻറ്റർ ആണോ, അതായത് നമ്മൾ സെൻറ്ററിൽ ഒരു കട്ടിട്ട് കൊടുത്തില്ലേ, ആ ഒരു ഭാഗം നടുക്ക ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഒരു അറ്റത്തൊക്കെ നല്ല രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം. ഒരൊറ്റ സ്റ്റിച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് തയ്ച്ചെടുക്കാം. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുകൂടി ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 2 സ്റ്റിച്ചാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടി ചെയ്യാം. ഇപ്പം നമ്മൾ 2 സ്ലീവും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ആ ഒരു ഭാഗം ഇതുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ പ്ലീറ്റ്സ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ താഴത്തെ ഭാഗം ഇങ്ങനെ ഒരു ചരിവ് വരുമല്ലോ, ഒരു സ്ലോപ്പ് പോലെ വരും ഈ 2 അറ്റത്തും. അപ്പോൾ അതിൽ ഒരറ്റത്തത് ഇങ്ങനെ എടുത്തിട്ട്
നമുക്കിങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ സ്ലീവിൻ്റെ ഏറ്റവും വലിപ്പം കൂടിയ ഭാഗം, ഏറ്റവും ലെങ്ത് ഉള്ള ഭാഗം ഉണ്ടല്ലോ, അതായത് ആം ഹോൾ ഡെപ്ത്ത്, അവിടെ നിന്ന് തുടങ്ങണം, അവിടെ നിന്ന് വെച്ച് തുടങ്ങണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആം ഹോൾ ഡെപ്ത്തിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അതായത് സ്ലീവിൻ്റെ ഏറ്റവും ലെങ്ത് ഉള്ള ഭാഗത്ത് വെക്കുക. കോൺ പോലെ വരുന്നൊരു ഭാഗമുണ്ട്, ആ ഭാഗത്തേക്ക് വെക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ മുട്ടുസൂചിയില്ല, ഇപ്പോൾ പിന്നാണുള്ളത്. അപ്പം ഞാനതൊന്ന് വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അറ്റത്തും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ആ ഒരു ആം ഹോളിൻ്റെ ഡെപ്ത്ത് ആ വരുന്ന ഭാഗത്തേക്ക് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും കേട്ടോ, ആം ഹോൾ ഡെപ്ത്ത് എന്തുവാണെന്നുള്ളത്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഈ ബാക്കി വരുന്ന ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫ്രണ്ടിലെ പോർഷനാണ്, അപ്പോൾ ഞാൻ 2 സൈഡിലായിട്ടാണ് പ്ലീറ്റ്സ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഒരറ്റത്ത് നിന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു സ്ലോപ്പ് എൻഡ് ചെയ്യുന്ന ഭാഗം വരെയും നേരെ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരല്പം കൂടി ഞാൻ നേരെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം. ഞാൻ 2 സൈഡിലായിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അതായത് നടുക്ക് കുറച്ച് ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ച് വരും കേട്ടോ. നമ്മൾ സാധാരണ സിബൊക്കെ വെക്കുന്ന ആ ഒരു നൈറ്റി ഇല്ലേ, അതുപോലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലീറ്റ്സ് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പ്ലീറ്റ്സ് ഇടുന്നത് അത് അവരവരുടെ ഇഷ്ടമാണ്. നടുക്ക് തന്നെ ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നവരുണ്ട്, 2 സൈഡിലായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലീറ്റ്സൊക്കെ എത്രത്തോളം പ്ലീറ്റ്സ് വേണമെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു യുക്തി പോലെ നമ്മൾ ചെയ്യുക. ഞാനിതിപ്പോൾ ഒരു 5 പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ഒന്നുകൂടി സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കണ്ടോ. എന്നിട്ട് ഇതാ ഇപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ പ്ലീറ്റ്സ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് പ്ലീറ്റ്സ് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. കേട്ടോ, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് പതുക്കനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൈഡിലും ഞാൻ 5 പ്ലീറ്റ്സൊക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മൊത്തം പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാനിങ്ങോട്ട് ആം ഹോൾ ഡെപ്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തുകൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ ടോപ്പ് സ്റ്റിച്ചൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മൾ കട്ടിങ്ങോ കാര്യങ്ങളോ സിബോ ഒന്നും വെക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ പ്ലെയിനായിട്ട് കിടക്കില്ലേ, അപ്പോൾ പിന്നെ ഒരു പടി പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റം ഇങ്ങനെ ഒരു കോൺ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സൈഡ് ഇങ്ങനെ ഇതാ ഇങ്ങനെ വെച്ച് 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് കണ്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളത് അയൺ ചെയ്തെടുത്താൽ അങ്ങനെ തന്നെ ഇരിക്കും. ഇതിപ്പോൾ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ മുകൾ ഭാഗത്ത് ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററിലോട്ട് വെച്ച് കൊടുത്തിട്ട് മറ്റേ പേൾ പിന്നുണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്തിരുന്നാൽ അങ്ങനെ ഇരിക്കും. എന്നിട്ട് നമുക്കതിന് ചുറ്റും അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ ഒരു ഭംഗിയില്ലേ, ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നതിലും വൃത്തിയുണ്ട് അങ്ങനെ ചെയ്തപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പോർഷനിലേക്കുള്ള പ്ലീറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആം ഹോൾ ഡെപ്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ മറ്റേ താഴത്തെ തുണി ആ ഒരു സ്ലോപ്പ് പോലെ വരുന്ന ആ ഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ബാക്ക് പോർഷനിൽ സെൻറ്റർ ഭാഗത്താണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് ആ ഒരു സ്ലോപ്പ് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ടേക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻറ്റർ ഭാഗത്തിന് കുറച്ച് മുന്നേ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന നിർത്തിയിട്ട് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി തുടങ്ങി. കണ്ടോ, ഇങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് കുറേശ്ശെ ഇട്ട് പോവുക. എനിക്കിതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് അറിയാം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് എത്രത്തോളം പ്ലീറ്റ്സ് വേണം എന്ന് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഈ രണ്ട് സൈഡിലും ആ ഒരു സ്ലോപ്പ് പോലെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് ആം ഹോൾ ഡെപ്തിൻ്റെ അടുത്ത് നമുക്കൊന്ന് പിൻ ചെയ്തൊക്കെ വെച്ചിട്ട് സെൻറ്റർ ഭാഗം കണ്ടുപിടിച്ചിട്ട് അങ്ങനെ പ്ലീറ്റ്സൊക്കെ ഇട്ട് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ കൈയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം, സ്ലീവ്സിൻ്റെ ആ ഭാഗം. ഞാനിവിടെ അമ്മയ്ക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്ന ആയതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ നൈറ്റിയൊക്കെ ഒരു ബിസിനസ് പോലെയാണ്, അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. തേരുവശമായിരിക്കുമല്ലോ ഈ ഒരു സ്ലീവ്സിൻ്റെ എൻഡിൽ വരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ സൈഡൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്, രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് പിന്നെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ സ്ലീവ്സൊക്കെ ഇങ്ങനെ മടക്കി തയ്ക്കില്ലേ, അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ തന്നെ രണ്ട് സൈഡും ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഇവിടെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം, അതായത് ഷേപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ അമ്മയുടെ കറക്റ്റ് അളവിനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ആ സൈഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം, ഒറ്റ സ്റ്റിച്ചിൽ നിർത്തരുത്, 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ഭാഗത്തും നമ്മൾ ഷേപ്പൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്, 2 സ്റ്റിച്ച് വീതം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴത്ത് ഇവിടെ നിന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഓരോ ഇഞ്ച് ഇങ്ങനെ 1 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മടക്കും കേട്ടോ. ഇങ്ങനെയാണ് തയ്ച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ 1 ഇഞ്ച് വീതിയിൽ ഞാനിങ്ങനെ ഒന്ന് മടക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു മടക്കിയ ഭാഗത്തുണ്ടല്ലോ, അതായത് ഫോൾഡിങ് വരുന്ന ഭാഗത്ത് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒന്നുകൂടി ഒന്ന് മടക്കുമ്പോൾ നല്ല ലെവലിന് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മടക്കുകൂടി മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ അറ്റത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. നമ്മൾ സാധാ മടക്കി തയ്ക്കില്ലേ, അതുപോലെ തന്നെ നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മടക്കിയിട്ട്
ഈ അറ്റത്തൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗത്തൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ നല്ല ലെവലിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഹാങ്ങറിലൊക്കെ ഇട്ടിട്ടാണ് എടുത്തത്. അപ്പോൾ അതത്ര നല്ലതായിട്ട് വന്നില്ല. പിന്നെ ഞാൻ അമ്മ ഇട്ടിട്ടുള്ള ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.